ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രകരണമാണ് മന്ത്രജപം. ഇതേവരെ നമ്മൾ സൃഷ്ടി വികാസക്രമം, വേദാഗമങ്ങളുടെ പ്രയോജനം, ധർമാനുഷ്ഠാനം, ജീവിതത്തിൻ്റെ ലക്ഷ്യമായ മോക്ഷം, അതൊക്കെ നമ്മൾ കണ്ടു. എങ്കിലും ഒരു ജീവൻ അതിൻ്റെ ഉദ്ഗതിക്ക് വേണ്ടി ഏറ്റവും ചെയ്യേണ്ട ഒരു കർമ്മമാണ് മന്ത്രജപ സാധന. ഉപാസനയാണ് എത്രയും പെട്ടെന്ന് നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അതിന് ഏറ്റവും ഉതകുന്നതാണ് മന്ത്രജപങ്ങൾ. അതിനെ പറ്റിയിട്ടാണ് വളരെ ചുരുക്കത്തിൽ സംക്ഷിപ്തമായിട്ട് സഹസ്രനാമം ഒരു ഹ്രീംകാരി, ഹ്രീമതി എന്നൊക്കെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ഒരു സാധകന് ബാഹ്യമായിട്ടുള്ള സ്വത്തുക്കളല്ല പ്രധാനം. അയാളുടെ സമ്പത്തെന്ന് പറയുന്നത് അയാളുടെ മന്ത്രജപമാണ്. എത്ര കണ്ട് അയാൾ മന്ത്രം ജപിക്കുന്നു ആ സമ്പത്ത് അയാൾ നേടുന്നു. അത് ഒരിക്കലും പാഴാകുന്നില്ല. അതുകൊണ്ട് അതിനെ കുറച്ച് വിസ്തരിച്ച് ഇവിടെ കാണാം. ഹ്രീംകാരി എന്നുള്ള ഒരു മന്ത്രം ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ഹ്രീംകാരിയൈ നമഃ എന്നുള്ളത്. ഇതേ മന്ത്രം അനവധി സ്തോത്രങ്ങളിൽ ഹ്രീംകാര മന്ത്രോജ്വല എന്നൊക്കെ മീനാക്ഷി പഞ്ചരത്നത്തിൽ കാണാം. ശ്രീ ലളിതാ ത്രിശതി വളരെ കുറച്ചും കൂടി വിസ്തരിച്ചതിനെ പ്രതിപാദിക്കുന്നു. 300 മന്ത്രങ്ങളാണ് ലളിതാ ത്രിശതി എന്ന് വെച്ചാൽ 300 മന്ത്രങ്ങളാണ്. ആ 300 മന്ത്രങ്ങളിൽ 60 മന്ത്രങ്ങൾ ഹ്രീംകാരത്തെ പറ്റിയിട്ടാണ്. ആദ്യത്തെ ശതകത്തിൽ 80 മുതൽക്ക് 100 വരെ ഹ്രീംകാര മന്ത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 200 മുതൽക്ക് 220 മന്ത്രങ്ങൾ വരെ ഹ്രീംകാര മന്ത്രത്തെ പറ്റിയിട്ടാണ് അതിൽ സൂചിപ്പിക്കുന്നത്. 280 മുതൽക്ക് 300 വരെയുള്ള മന്ത്രങ്ങൾ ഹ്രീംകാരത്തെ പറ്റിയിട്ടാണ്. ഇങ്ങനെ 80 മുതൽക്ക് 100 വരെ, 200 മുതൽക്ക് 220 വരെ, 280 മുതൽക്ക് 300 വരെയുള്ള മന്ത്രങ്ങൾ ഹ്രീംകാര മന്ത്രത്തെയാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഈ ശ്രീവിദ്യ എന്ന് പറയുന്ന ഉപാസനാക്രമത്തിൽ 5ാമത്തെ അക്ഷരമാണ് ഹ്രീം. അതുകൊണ്ട് ആ മന്ത്രത്തിലും കൂടി ഹ്രീം എന്നുള്ള മന്ത്രം ഉൾപ്പെടുന്നു. നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാം ഓം ഹ്രീം പരാശക്തിയൈ നമഃ, ഓം ഹ്രീം നമഃശിവായ എന്നൊക്കെ ഹ്രീംകാര മന്ത്രം കാണാം. ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ ഇതിലുള്ള അനവധി മന്ത്രങ്ങൾ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് മന്ത്രോപദേശമായിട്ട് കൊടുക്കുന്നതാണ്. ഹ്രീം എന്നുള്ള വാക്കിന് നാണം എന്നൊരർത്ഥം ഉണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യരുതാത്ത ഒരു പ്രവൃത്തി ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ നല്ല കുലത്തിൽ ജനിച്ചവർ, ഉത്തമരായ ആൾക്കാർ നാണിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ ആ നാണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വീണ്ടും ആ തെറ്റിലേക്ക് പോകാതിരിക്കുന്നതും ചെയ്യുന്നത്. ഹ്രീം എന്നുള്ള വാക്കിന് ഒരു അർത്ഥം അതാണ്. ഹ്രീം എന്നുള്ള മന്ത്രത്തിൽ ഹ്, ഇർ, മ, ഇം എന്നുള്ള അനുസ്വാരം, ഈ 4 കൂടിയിട്ടാണ് ഹ്രീം എന്നുള്ള ഒരു വാക്ക് ഉണ്ടാകുന്നത്. ഈ ബീജാക്ഷരങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ മന്ത്രം. വളരെ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ സത്വരജസ് തമോ ഗുണങ്ങളും പിന്നെ ബാക്കി നിൽക്കുന്നത് ശുദ്ധസത്വാത്മികമായ പരമാത്മസ്വരൂപവും ആണ്. അതിനെയാണ് ഹ്, ഇർ, ഇം, മ, ഇം എന്നുള്ള ഈ അക്ഷരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര പരമാത്മസ്വരൂപിണിയായ അംബിക സൃഷ്ടി, സ്ഥിതി, സംഹാരം, ശുദ്ധസത്വം എന്നൊക്കെയുള്ള തത്വങ്ങളെയാണ് ഈ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പല അർത്ഥങ്ങളും അർത്ഥവത്താണ്. ബീജമന്ത്രങ്ങൾക്കൊന്നും
ബീജാക്ഷരങ്ങൾക്ക് അർത്ഥമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ബീജാക്ഷരങ്ങൾക്കൊക്കെ അതിൻ്റേതായ അർത്ഥമുണ്ട്. നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നു, അത് വൈദ്യനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ അതിൻ്റെ മുഴുവൻ ശാസ്ത്രങ്ങളും അതിൻ്റെ ഗുണഗണങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷേ വൈദ്യൻ പറഞ്ഞതനുസരിച്ച് കഴിച്ചു, നമുക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ സദ്ഗുരുക്കന്മാരിൽ നിന്ന് നമ്മൾ മന്ത്രം സ്വീകരിക്കുന്നു. അതിനെ അവർ പറഞ്ഞ ചിട്ടയിൽ നമ്മൾ അതിൻ്റെ സാധന അതുപോലെ ചെയ്തു വരികയാണെങ്കിൽ അവരതിൻ്റെ അർത്ഥവും പറഞ്ഞു തരുന്നു, അതിൻ്റെ ക്രമവും പറഞ്ഞു തരുന്നു. അവരതിൽ സിദ്ധരായതുകൊണ്ട് അവരുടെ ശക്തിയുടെ സഞ്ചാരവും നമുക്കുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ മന്ത്രസാധന കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടാൻ സാധിക്കും എന്നുള്ളതൊക്കെ ഈ മന്ത്രസാധനയുടെ പ്രാധാന്യം ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. മന്ത്രജപത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ലളിതാ സഹസ്രനാമത്തിൽ ഹ്രീംകാര്यै നമഃ എന്നുള്ള ഒരു മന്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നത്. മനനാത് ത്രായത്തെ ഭയാത്. ഈ മന്ത്രത്തെ മനനം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഭയത്തിൽ നിന്നും വിമുക്തരാകുന്നു. ഭയം എന്ന് വെച്ചാൽ സംസാര ഭയം തന്നെ. അപ്പോഴപ്പോഴുണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ദുഃഖനിവൃത്തിക്കും മന്ത്രജപം ഒരു ഉത്തമ സാധനമാണ്. അതേസമയം ഈ ജനിച്ചും മരിച്ചും ഉള്ള ഈ സംസാര ചക്രത്തിൽ നിന്ന് വിമുക്തരാകാനും അത് ആവശ്യമാണ്. ഗായന്തം ത്രായത്തെ, ആരാണോ ഇതിനെ പാടുന്നത്, പാടിപ്പുകഴ്ത്തുന്നത്, അവരെ സംസാര ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നും മന്ത്രജപത്തിന് അർത്ഥം പറയാറുണ്ട്. അമ്മ ഒരു മനോഹരമായ ഉദാഹരണം പറയുന്നു. ഒരു ചുമരിൽ നമ്മൾ എഴുതി വയ്ക്കുകയാണ്, ഇതിൽ പരസ്യം പതിക്കരുത് എന്ന് എഴുതി വയ്ക്കുന്നു. ഈ ഒരു ഒറ്റ വാചകം കൊണ്ട് ആ ചുമര് ഭാഗം മുഴുവൻ മറ്റുള്ളൊരു പരസ്യം പതിക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ ഒരു മന്ത്രം നമ്മൾ സ്വീകരിക്കുന്നു, ആ മന്ത്രം ജപിക്കുന്നു, ആ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നു. ഇപ്പോൾ ലളിതാ സഹസ്രനാമം തന്നെ ഒരു മന്ത്രമാലയാണ്. മന്ത്രങ്ങളുടെ അക്ഷരമനുസരിച്ചാണ് ഓരോ പേരുകൾ കൊടുക്കുന്നത്. സ്ത്രീ രൂപത്തിലുള്ള ദേവിമാരെ ധ്യാനിക്കുന്നതിന് വിദ്യ എന്നാണ് പറയുന്നത്. 24 അക്ഷരത്തിൽ കൂടുമ്പോൾ അതിനെ മന്ത്രമാല എന്നുള്ള പേര് പറയുന്നു. ലളിതാ സഹസ്രനാമം തന്നെ ഒരു മന്ത്രമാലയാണ്. ഇതിനെ നമ്മൾ ഉച്ചരിക്കുന്നു, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. ഇങ്ങനത്തെ മനനം കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഭയങ്ങളില്ലാണ്ടാവുന്നു. അമ്മയുടെ അനുഗ്രഹം നമുക്കുണ്ട്, അമ്മ നമ്മളിതിൽ നിന്ന് രക്ഷിക്കും എന്ന് നമ്മൾ തുടക്കത്തിൽ ചിന്തിക്കുകയാണെങ്കിലും സംസാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ളവയാണ് മന്ത്രങ്ങൾ. അതുകൊണ്ട് ഹ്രീംകാര്यै നമഃ എന്നുള്ള മന്ത്രം നമ്മളെ സാധനയിൽ പ്രേരിപ്പിക്കുന്ന ഒരു മന്ത്രമാണ്. അത്യുത്തമമായ ശ്രീ ലളിതാ സഹസ്രനാമ മന്ത്രങ്ങളുടെ നാമങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടു. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.